അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ദുറൂസിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുമാണ് പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ 7ാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്തൊരു ക്വിസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ലഭിക്കാത്തവർ താഴെ ക്വിസ് എന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഞാനതിൻ്റെ ലിങ്ക് വിട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ കമൻ്റ് ഇടുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എങ്ങനെയാണ്? ഇവ കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ഒന്നാമത്തത് മലക്കുകളുടെ പേര്. മലക്കുകളുടെ പേര് കേൾക്കുമ്പോൾ, ഉദാഹരണത്തിന് ജിബ്രീൽ എന്ന് കേൾക്കുമ്പോൾ, ആ മലക്കിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ കൂടെ ചൊല്ലുന്നുണ്ട് എന്താണ്? അലൈഹിസ്സലാം. അടുത്തത് സ്വഹാബികളുടെ പേര്. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്നത്, ഉദാഹരണത്തിന് ഉമർ റളിയല്ലാഹു അൻഹു, അല്ലേ? റളിയല്ലാഹു അൻഹു എന്നാണ് അവരെ പേര് കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത്. ഇനി അടുത്തത് ഔലിയാക്കളുടെ പേര്. ഉദാഹരണത്തിന് മമ്പുറന്തങ്ങൾ. നമ്മൾ ചൊല്ലാറ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. കേരളത്തിൽ ഇസ്ലാം എത്തിയത് ആരിൽ കൂടിയാണ്? ആരിലൂടെയാണ്? ഉത്തരം സ്വഹാബികളിൽ കൂടി. കേരളത്തിലേക്ക് വന്നത് സ്വഹാബികളിലൂടെയാണ്. അടുത്ത ചോദ്യം, ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായി നാം പറയേണ്ടത് എന്ത്? അവസാനമായിട്ട് ഈ ലോകത്തോട് നമ്മൾ വിട പറയുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്ത ചോദ്യം, അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്ത് ആരാകുന്നു? അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ. ഉത്തരം കർമ്മശാസ്ത്രത്തിൽ 4 മദ്ഹബും വിശ്വാസപരമായുള്ള 2 ത്വരീഖത്തും പിൻപറ്റുന്നവരാണ് അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ. അടുത്ത ചോദ്യം, നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അധിക പരീക്ഷകളിലും വരാറുണ്ട്. നിർബന്ധമായും പഠിക്കുക. അള്ളാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ കരുത്തുറ്റതാവുക. അടുത്ത ചോദ്യം, ഖുർആൻ, ഹദീസ് എന്നിവയിൽ നിന്ന് നിയമങ്ങൾ ക്രോഡീകരിച്ചു ആരാണ്? മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. അടുത്ത ചോദ്യം, ഇത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. വിശ്വാസപരമായ 2 ത്വരീഖത്തുകൾ ഏതാകുന്നു? അധിക പരീക്ഷയിലും വന്നിട്ടുണ്ട്. എന്തിന്? 6ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വരെ, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വരെ വന്നിട്ടുണ്ട്. 2 ത്വരീഖത്തുകൾ, ഒന്ന് അശ്അരി ത്വരീഖത്തും 2 മാതുരിദി ത്വരീഖത്തും. ഇത് നമ്മുടെ 5ാം ക്ലാസ്സിലുണ്ട്, 6ാം ക്ലാസ്സിൽ ഉണ്ട് തോന്നുന്നു, 7ാം ക്ലാസ്സിലും ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യണം? ബാങ്ക് കേട്ടാൽ എന്താ ചെയ്യേണ്ടത്? ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. ഇനി ഈ 2 വീതം ഉദാഹരണം എഴുതാനാണ്. ഒന്ന്, പള്ളിയെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്. പള്ളിയെ ആദരിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടത് ഏതൊക്കെയാണ്? പള്ളിയിൽ കാണുന്ന മാലിന്യങ്ങൾ നീക്കുക, അതുപോലെ ഭൗതിക സംസാരം ഒഴിവാക്കുക, മറ്റൊന്ന് ശബ്ദം താഴ്ത്തി സംസാരിക്കുക. ഇതൊക്കെ പള്ളിയെ ആദരിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ശുഹദാക്കൾ
വിശദമാക്കാനാണ്, വ്യക്തമാക്കാൻ. ആരാണ് ശുഹദാക്കൾ? സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ. അടുത്ത ചോദ്യം, നബിമാർ. ആരാകുന്നു നബിമാർ? അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. ഈ ശുഹദാക്കൾ, നബിമാർ, ഇവരൊക്കെ പഠിച്ചു വെക്കണം. അതുപോലെ സ്വാലിഹുകൾ. സ്വാലിഹുകൾ ആരാണ്? കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ. ഇനി അവസാനത്തെ പ്രവർത്തനമാണ് ചോദിച്ചത്, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ള പ്രവർത്തനം. 1. ഭക്ഷണം കഴിച്ചാൽ വിരലുകൾ ഊമ്പൽ ഡാഷ്. ബ്രാക്കറ്റിൽ കാണാം, നബിചര്യയിൽ പെട്ടതാണ്. നബിചര്യയിൽ പെട്ടതാണ്, അതായത് സുന്നത്താണ്. 2. വമൻ യുഅള്ളിം ശആയിറല്ലാഹി ഫഇന്നഹാ ഡാഷ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. 3. വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു ഡാഷ് അൻ യഖ്ദഫ ഫിന്നാർ. അതിൻ്റെ അർത്ഥം പഠിക്കണം. 4. വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഡാഷ് വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. 5. കേരള മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഡാഷ് ഷാഫിഈ മദ്ഹബുകാരാണ്. അവസാനത്തത്, സച്ചരിതരായ മുൻകാല പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെയാണ് ഡാഷ് ദീൻ മനസ്സിലാക്കേണ്ടത്. ഇതോടുകൂടെ നമ്മുടെ 7ാം ക്ലാസ്സിലെ ചോദ്യം അവസാനിച്ചു. ഇതുപോലുള്ള മറ്റു കുറേ ചോദ്യോത്തരങ്ങളും അടങ്ങുന്ന വീഡിയോയുടെ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.